അസ്സലാമു അലൈക്കും. ഞാൻ ഹനീഫ കട്ടുപ്പാറ. നമ്മൾ ഇന്നറിഞ്ഞൊരു വാർത്ത, മലപ്പുറത്തിൻ്റെ ഡോക്ടർ, യുഗപുരുഷൻ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. മലപ്പുറത്ത് ഏകദേശം ഒരു 10-15-20 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ ആർക്കും സുപരിചിതനായ, ആർക്കും വളരെ ദയാലുവായ ഒരു ജനകീയനായ ഒരു ഡോക്ടർ, അബ്ദുറഹ്മാൻ ഡോക്ടർ, ഈ 2025-26 ആദ്യ വാരങ്ങളിൽ ഇത്രയും കാലത്ത് ഏകദേശം 1, 2, 3, 4, 5 പതിറ്റാണ്ടോളം മലപ്പുറത്ത് ആർക്കും ആശ്രയം. ഒരു കയ്യിൽ കത്തി തട്ടി, കൈകോട് തട്ടി, അല്ലെങ്കിൽ കൈയൊടിഞ്ഞു, സാധാരണ പണിക്കാർക്കും സമ്പന്നർക്കും ആരോഗ്യ രോഗമുള്ളവർക്കും ആ ഇടവയിലൂടെ പോയിക്കൊണ്ട് അവിടെ ചെരുപ്പൂരി ഡോക്ടർ കണ്ടൽ, അതിന് ശേഷമേ പിന്നെ ചികിത്സയുള്ളൂ. ഒത്തിരി പേർക്ക് എന്തിനും അവിടെ പോയാൽ തമാശകൾ പറയും, അതിൻ്റെ ഇടയിൽ കൊട്ടും, അതിൻ്റെ ഇടയിൽ ചികിത്സിക്കും, അതിൻ്റെ ഇടയിൽ ഇഞ്ചക്ഷനും കുത്തും. തുറന്ന പോക്കറ്റിലേക്ക് എന്താ വെച്ച് കൊടുക്കുന്നത്, തുറന്ന വലിപ്പിലേക്ക് എന്താ ഇടുന്നത്, അതൊന്നും ഇട്ടില്ലെങ്കിൽ ഒന്നുമില്ല. എനിക്കൊക്കെ പേഴ്സണലായിട്ട് അറിയാം. ഞാനവിടെ കിതാബുദ്ദീൻ കോളേജ് പഠിക്കുമ്പോൾ ഞങ്ങൾ 150 കുട്ടികളുണ്ടാവും. 6 പോയാലും 1 രൂപ വാങ്ങുകയുമില്ല, പോക്കറ്റിലേക്ക് ഇട്ടാൽ തടയുകയും ചെയ്യും. ഞങ്ങൾ ഇൽമ പഠിക്കുന്ന കുട്ടികളായിരുന്നു, വളരെ സ്നേഹമായിരുന്നു. ഇന്നും വെള്ളിയാഴ്ച എന്നും ജുമാക്ക് ഇരിക്കുന്നൊരു സ്ഥലമുണ്ട്, കുന്നുമല പള്ളിയിൽ ഒരു മൂലയിലായിരിക്കും, എന്നും ഒരേ സ്ഥലത്ത്. വളരെ ഭക്തനായിരുന്നു. ഇന്നവിടെ ആ പള്ളിയിലാണ് ജനാസ സംസ്കാരം ഉച്ചക്ക്. അപ്പം ഞാൻ പറയുന്നു, തുല്യതയില്ലാത്തൊരു ഡോക്ടർ ഇവിടെ വാങ്ങി. ആർക്കും നമ്മളെ ഇപ്പം ഈ യുവതലമുറ ഉമ്മമാരോട് ഉപ്പമാരോട് ചോദിച്ചാൽ ആർക്കും എന്തിനും അബ്ദുറഹ്മാൻ ഡോക്ടർ തുല്യതയില്ലാത്തൊരു, എന്തിനും നല്ലൊരു ചികിത്സ കൈപുണ്യമെന്നും തന്നെ പറയാം. എന്ത് മാറുകയാണെങ്കിലും അവിടെയാണ്, ആ കണ്ണിലൂടെയാണ് ടെസ്റ്റിങ്, ആ കൈയിലൂടെയാണ് ടെസ്റ്റിങ്, ചികിത്സ. അത് നോക്കിയിട്ട് പറയും, നീ അവിടെ പോയി ചെയ്യും. വളരെ ആശ്വാസമായിരുന്നു. പലർക്കും അനുഭവങ്ങളാണ്, പല മാരകങ്ങളും. നീ എവിടെയും പോകണ്ട, അവിടെ പോയി ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ചിലർ പറയും, എന്തിനാ പത്ത് മരിക്കാൻ ഇങ്ങോട്ട് പോന്നു. വളരെ രസികരമായിരുന്നു. അല്ലാഹു പാരത്രികം വിജയിപ്പിക്കട്ടെ. ഒത്തിരി ധർമ്മിഷ്ഠനായിരുന്നു. ഇന്ന് 3, 4, 5 വർഷം MBBS കഴിഞ്ഞ് പ്രാക്ടീസ് കഴിഞ്ഞ 4, 5 വർഷമാകുമ്പോഴേക്ക് പുതിയ ബിൽഡിങ്ങുകളും ക്ലിനിക്കുകളും കെട്ടിപ്പൊക്കി അതിൽ ബിസിനസ് മാത്രം കാണുന്ന ഈ തലമുറയിൽ ആ ഇടവയിലൂടെ പോയി ചെരുപ്പൂര്, അത് എന്താ ക്ലിനിക്കെന്നോ വീടെന്നോ എന്താ പറയാം, അതിൻ്റെ ആ ഇടവയിലൂടെ പോയി അവിടെ ചെരുപ്പൂരില്ലാൻ സ്ഥലമില്ലാത്ത എത്ര അനുഭവങ്ങൾ, അത്രയും തിക്കും തിരക്കുമുള്ളൊരു ചികിത്സാരംഗങ്ങൾ. ആ തുറന്നിട്ട കട്ടിലിൽ ചാരി അങ്ങനെ നിൽക്കുകയായിരിക്കും. എപ്പോഴാ ഡോക്ടറെ അടുത്ത് വരിയില്ല. സാമർഥ്യമുള്ളവർക്ക് മുന്നിലേക്ക് അങ്ങനെ പോവാം. ഒത്തിരി പേര് ബോയ്സുകൾക്കും ഒത്തിരി പേർക്ക് അനുഭവങ്ങളുണ്ടാവും. ആ റൂമിലെ മൂലക്കിൽ ഒരു പഴയ തകരമേശക്ക് മൂലയിലുള്ള ഒരു ചികിത്സ, ശൂന്യമായി അവിടെ. അതുപോലെ തന്നെ മറ്റു ഡോക്ടർമാരുടെ മക്രപറമ്പിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തുല്യതയില്ലാത്തൊരു ഡോക്ടർ, അബ്ദുറഹ്മാൻ ഡോക്ടർ. ആത്മായിട്ട് പറയാം, ഒന്ന് ആമീൻ പറയണം, പുറത്തു കൊടുക്കണം. അല്ലാ, കാരണം എനിക്ക് വ്യക്തിപരമായിട്ടല്ല അറിയുന്നതാണ്. മലപ്പുറത്തൊക്കെ എന്ത് വിഷയങ്ങൾ വന്നാലും, പള്ളികളുടെ വിഷയമായാലും ദീനീ സ്ഥാപനങ്ങളുടെ വിഷയമായാലും ഐത്താമിൻ്റെ എത്തിമക്കളുടെ വിഷയമായാലും ആരും അറിയാതെ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടറായിരുന്നു. വളരെ ദയാലുവായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു. കൂടെ ഒന്നും കൂടെ പറയാം, ഒരു പൊങ്ങച്ചവും ഇല്ലാത്ത ഒരു സീനിയർ ഡോക്ടറായിരുന്നു. അല്ലാഹു പാരത്രികം വിജയിപ്പിക്കട്ടെ. എല്ലാവർക്കും ഓർമ്മയിൽ വരുന്നുണ്ടാവും ആ റൂം, ഒരു ഇഞ്ചക്ഷൻ ടേബിള്, ഒരു പാത്തു, മുമ്പ് മരണപ്പെട്ട ഒരു മകൻ,
പോവും എല്ലാവരും പോവും. അതിന് ഡോക്ടർ എന്നോ, ഡോക്ടറെ ചികിത്സിക്കാൻ ഇനി മറ്റൊരു ഡോക്ടർ ഇല്ലല്ലോ. ആ ഡോക്ടറെ ചികിത്സിക്കാൻ വേറെ ഡോക്ടറുണ്ടോ? ആ ഡോക്ടറെ ചികിത്സിക്കാൻ വേറെ ആരാ? പോകും, വന്നവർ എല്ലാം പോകും, എല്ലാവരും പോവും. പോകുമ്പോൾ ചുറ്റുപാടുള്ളവർ നല്ലത് പറയാൻ ഇത്തിരിയല്ല ഒത്തിരി പ്രയാസമാണ്. അതിന് നമുക്കൊരു ഭാഗ്യം കിട്ടട്ടെ. ജനങ്ങൾ നല്ലത് പറയാനും തമ്പുരാൻ്റെ മുമ്പിൽ നല്ലവനാവാനും ഭാഗ്യം കിട്ടട്ടെ. മലപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒത്തിരി സജ്ജീകരണങ്ങളുള്ള ഹോസ്പിറ്റലുകൾ താഴെയും മേലെയും ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലും ഈ ചെറിയൊരു ഇടവയിലൂടെ പോയിട്ട് ഇത്രയും തിക്കും തിരക്കും വരിയില്ലാതെ ഡോക്ടർ ടേബിളിൻ്റെ അടുത്തേക്ക് എത്താൻ ഷോളർ കൊണ്ട് നിരക്കി, ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ, കുട്ടികൾ വ്യത്യാസമില്ലാതെ, മുതലാളി തൊഴിലാളി വ്യത്യാസമില്ലാതെ, ഉദ്യോഗസ്ഥർ വ്യത്യാസമില്ലാതെ ഷോളർ കൊണ്ട് തിരക്കി ആയിരിക്കുന്ന പഴയ ടേബിളിൻ്റെയും ചെയറിൻ്റെയും അടുത്തേക്കെത്ത് തിക്കി തിരക്കുന്ന ആ റൂം ഇനി ശൂന്യമാണ്. റബ്ബ് പാരത്രികം വിജയിപ്പിച്ചു കൊടുക്കട്ടെ. ഗുഡ് ബൈ. അനീഫ കട്ടുപാറ.